ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ഷൂട്ടിങ്ങിനായി ഡൽഹിയിലെത്തി. തന്റെ സിനിമാ ജീവിതം മാറ്റിമറിച്ച സിനിമ ആയിരുന്നു ന്യൂഡൽഹി. അതിനുശേഷം ഇപ്പോഴാണ് ഷൂട്ടിങ്ങിനായി മമ്മൂട്ടി രാജ്യ തലസ്ഥാനത്തെത്തുന്നത്. ആന്റോ ജോസഫ് നിർമ്മിച്ച് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ഡൽഹിയിലെ ഷൂട്ടിങ്ങിനാണ് മമ്മൂട്ടി രാജ്യ തലസ്ഥാനത്ത് എത്തിയത്. ഈ മാസം 25-ാം തീയതി വരെയാണ് ഡൽഹിയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉള്ളത്. ഇതിനിടെ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ഭാര്യ സുദേശ് ധൻഖറുമായി കൂടിക്കാഴ്ച നടത്തി. ആ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മാധ്യമങ്ങളും ചർച്ചയാക്കിയിരിക്കുന്നത്. ഉപരാഷ്ട്രപതിയും ഭാര്യ സുദേശ് ധൻഖറും ചേർന്ന് ഊഷ്മളമായ സ്വീകരണമാണ് മമ്മൂട്ടിക്ക് നൽകിയത്. ഉപരാഷ്ട്രപതിയെ മമ്മൂട്ടി ഷാൾ അണിയിച്ചു. മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് ജഗ്ദീപ് ധൻഖറിനും ഭാര്യയ്ക്കും ഉപകാരം സമ്മാനിച്ചു. ജോൺ ബ്രിട്ടാസും ഒപ്പമുണ്ടായിരുന്നു. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പുതിയ ചിത്രത്തെക്കുറിച്ചും ഡൽഹിയിലെ ഷൂട്ടിങ്ങിനെ കുറിച്ചുമൊക്കെ ഉപരാഷ്ട്രപതി മമ്മൂട്ടിയോട് ചോദിച്ചറിഞ്ഞു. ഷൂട്ടിങ്ങിനായി മോഹൻലാൽ നാളെ ഡൽഹിയിലെത്തും. ആദ്യമായാണ് രണ്ട് സൂപ്പർ താരങ്ങളും ഒരു ഷൂട്ടിങ്ങിനായി ഡൽഹിയിൽ ഒരുമിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു ജോഷി സംവിധാനം ചെയ്ത പഴയ ന്യൂഡൽഹി എന്ന സിനിമ. അതിനു മുൻപ് സുരേഷ് ഗോപിക്കൊപ്പം ഷാജി കൈലാസിന്റെ ദി കിങ് ആൻഡ് കമ്മീഷണറാണ് ഡൽഹിയിൽ ഷൂട്ട് ചെയ്ത മമ്മൂട്ടി ചിത്രം. മമ്മൂട്ടിയും മോഹൻലാലും ഡൽഹിയിൽ ഒരുമിക്കുന്നു എന്നതിന് പുറമെ 18 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രം കൂടിയാണിത്. നയൻതാരയാണ് ചിത്രത്തിലെ നായിക. സിനിമയുടെ ചിത്രീകരണത്തിൽ കഴിഞ്ഞ ദിവസം നയൻതാര ജോയിൻ ചെയ്തിരുന്നു. 9 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും നയൻതാരയും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമ കൂടിയാണിത്. 2016-ൽ പുറത്തിറങ്ങിയ പുതിയ നിയമത്തിലാണ് ഇരുവരും ഒടുവിൽ ഒന്നിച്ചഭിനയിച്ചത്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരക്കുന്നത്. കഫത് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ ഷാ, ദർശന രാജേന്ദ്രൻ, സരിൻ ഷിഗാവ് തുടങ്ങിയവർക്കൊപ്പം തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും താരനിരയിലുണ്ട്.